സംഘടനയ്ക്കുള്ളിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കണം എന്നുള്ളതാണ്. ചിരിച്ചുകൊണ്ട് എല്ലാ വിഷയങ്ങളെയും ഇങ്ങനെ ചിരിച്ചു തള്ളിക്കളയാൻ കഴിയില്ല എന്ന നിലപാടെടുക്കുന്ന യുവ പ്രവർത്തകരും യൂത്ത് കോൺഗ്രസിലുണ്ട്. അത്തരത്തിലുള്ള ധീരമായ നിലപാടെടുത്തുകൊണ്ട് രംഗത്ത് വരുന്ന വനിതാ പ്രവർത്തകരുണ്ട്. അതിലൊരു പ്രതികരണം നമുക്ക് കാണാം. യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായ സ്നേഹയുടെ പ്രതികരണമാണ്. കേൾക്കാം. സമയം 10:20 ഇതുവരെയും ഞാൻ ഈ ഗ്രൂപ്പിൽ നോക്കി ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച അല്ലെങ്കിൽ സംസാരിക്കുമെന്നൊക്കെ വിചാരിച്ചു. ഇത് വ്യക്തിപരമായിട്ടൊരു കാര്യമായിരുന്നെങ്കിൽ ഒരു പക്ഷേ എല്ലാവർക്കും വ്യക്തിപരമായ പല പല കാര്യങ്ങളുണ്ട്. വ്യക്തിപരമായ കാര്യങ്ങളാണെങ്കിൽ ഒരു പക്ഷേ ഇതിനകത്തൊരു ചർച്ചയാക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇത് വ്യക്തിപരമായ ഒരു കാര്യമല്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതിനാൽ വ്യക്തിപരമായി ഞാൻ പറയുന്ന അഭിപ്രായമാണിത് കേട്ടോ. സംസ്ഥാന കമ്മിറ്റിയുടെ ഒഫീഷ്യൽ ഗ്രൂപ്പാണ്. കഴിഞ്ഞ കുറച്ച് മണിക്കൂർ കൊണ്ട് നമ്മളൊരു വാർത്ത എല്ലാവരും ശ്രദ്ധിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അതിൻ്റെ ഉള്ളടക്കം പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും കൃത്യമായി മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്കറിയാം, ഒരുപാട് യുവജന സംഘടനകൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഒരു പെണ്ണ് വന്നിട്ട് ഒരു യുവ നേതാവിനെ കുറിച്ച് പരാതി പറയുക. യുവ നേതാവിനെ കുറിച്ചുള്ള പരാതി മറ്റുള്ള നേതാക്കളോട് പറഞ്ഞു. എന്നിട്ടും പരിഹാരം ഉണ്ടായില്ല. അയാൾ പിന്നീട് വലിയ വലിയ പോസ്റ്റുകളിലേക്ക് എത്തി. അപ്പോഴത്തേക്ക് ഒരു മാധ്യമക്കാരൻ ചോദിക്കുകയാണ്, അത് രാഹുൽ മാങ്കൂട്ടമാണോ? നോ കമന്റ്സ് എന്നാണ് അവളുടെ ഉത്തരം. ഇതിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി എന്നതിനപ്പുറത്തേക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ വ്യക്തിയുടെ പേര് ഇങ്ങനൊരു ആരോപണവുമായി ബന്ധപ്പെട്ട് വലിച്ചിഴച്ചത് ആര്? ആ പത്രക്കാരന് എത്രയോ നേതാക്കളുടെ പേര് പറയാം. കൃത്യമായിട്ട് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. 2, ഈ വ്യക്തി, ഈ പരാതിക്കാരിയായ വ്യക്തി, പെൺകുട്ടി, അവര് യുവ നേതാവിൻ്റെ പേര് പറയുന്നില്ല. എന്നാൽ ചാനലുകളിലെല്ലാം ഇപ്പം രാഹുൽ മാങ്കൂട്ടമാണ് ഈ ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ഈ സാധനം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ 10 മണിയൊക്കെ ആയപ്പോൾ പാലക്കാട് ഇപ്പോൾ BJPയുടെ ഒരു പ്രതിഷേധം നടന്നു. അതിനകത്ത് പറയുന്നത് സ്ത്രീകൾക്ക് ഇവിടെ സ്വസ്ഥമായിട്ടാണ് ജീവിക്കണം, അതുകൊണ്ട് പെണ്ണുപിടിയനായ, ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുകയാണ്, നമ്മുടെ ഒരു ഗ്രൂപ്പായാണ്, പെണ്ണുപിടിയനായിട്ടുള്ള ഒരു MLA വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പ്രതിഷേധം നടത്തിയത്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ വ്യക്തി ആ യുവ നേതാവിൻ്റെ പേര് പറയുന്നില്ല. പിന്നെ പത്രക്കാരൻ ഇട്ടുകൊടുക്കുകയാണ് രാഹുൽ മാങ്കൂട്ടമാണോ ആ വ്യക്തി എന്ന്. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇത് കേൾക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റ് ഗ്രൂപ്പിലെ വൈസ് പ്രസിഡന്റുമാരുണ്ട്, ബാക്കിയുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിയെ മാത്രം പരാമർശിച്ചുകൊണ്ടുള്ള ഒരു വിഷയമാണെങ്കിൽ കുഴപ്പമില്ല. ഇത് സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് അദ്ദേഹം. സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ഒരുപാട് പെൺകുട്ടികൾ നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതിനകത്ത് നിൽക്കുന്ന പെൺകുട്ടികൾക്കും ഉണ്ടാകും. അവരെയും വളരെ മോശക്കാരായിട്ട് പലരും ചിത്രീകരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇനി അതിലേക്ക് കടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ ഒരു വോയിസ് ഇടുന്നത്. ഇപ്പോൾ ഇത് പറയുമ്പോൾ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ടാവും. പക്ഷേ എൻ്റെ അഭിപ്രായം ഞാൻ കൃത്യമായിട്ട് ഈ ഗ്രൂപ്പിൽ പറയും. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സംസ്ഥാന അധ്യക്ഷൻ എന്നൊരു സ്ഥാനത്തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും താങ്കളുടെ പേര് വലിച്ചിഴച്ച ആ ഒരു ചാനൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണോ നിങ്ങളുടെ പേര് ഇന്നയാളാണോ എന്ന് ചോദിച്ചു, നിങ്ങൾ ആ വ്യക്തി ഒഫീഷ്യലി ലീഗലി മൂവ് ചെയ്തിട്ടില്ല, എന്നാൽ നിങ്ങളുടെ പേര് ആരോപണ വിധേയമായി TV-കളിലൊക്കെ കാണിക്കുകയാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നാളെ ആ വ്യക്തിക്ക്, ആ പെൺകുട്ടിക്കെതിരെ കേസ് കൊടുക്കണം. യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ ഇല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട വൈസ് പ്രസിഡന്റുമാരോട് നിങ്ങൾ കൃത്യമായി കേസ് കൊടുക്കണം. കാരണം സത്യം സമൂഹത്തിന് അറിയണമല്ലോ. ഒരു പെണ്ണുപിടിയനായ ഒരു സംസ്ഥാന പ്രസിഡന്റ് അല്ല എന്നത് സമൂഹത്തിന് കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇലക്ഷനും കാര്യങ്ങളും ആകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും, സ്വാഭാവികമാണ്. ഇത് ഒറ്റ കേസല്ല, ഇതിപ്പോൾ എത്രാമത്തെ കേസാണ് ഈ നടക്കുന്നത്. അപ്പോൾ ഓരോരുത്തർ വന്നിട്ട്, അത് മാത്രമല്ല, ഈ പെൺകുട്ടി പറയുന്നത് ഈ നേതാവ് നിരന്തരമായി വിളിച്ചു, 5 സ്റ്റാർ ഹോട്ടലിലേക്ക് വിളിച്ചു. ഈ നേതാവിനെ കൊണ്ട് ഇതിനകത്ത് മുതിർന്ന നേതാക്കളുടെ ഭാര്യമാർക്കും മക്കൾക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി, അത്രയ്ക്ക് തലവേദനയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ പരാതിക്കാരിയായ പെണ്ണ് ഒഫീഷ്യലി മൂവ് ചെയ്തിട്ടില്ല, ലീഗലി പരാതി കൊടുത്തിട്ടില്ല. എന്നാൽ രാഹുൽ മാങ്കൂട്ടമാണെന്ന് അതാരൊക്കെയാണ് തീരുമാനിച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല. അതങ്ങ്
അവരങ്ങ് സ്റ്റേബിളി ചെയ്യുകയാണ്, അല്ലെങ്കിൽ സ്റ്റാമ്പ് ഒട്ടിക്കുകയാണ്. അത് രാഹുൽ മാങ്കൂട്ടമാണ്. എൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, ഞാൻ എല്ലാ ബഹുമാനത്തോടും പറയുകയാണ്, നിങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തെറ്റുകാരനല്ല എങ്കിൽ, എനിക്കറിയില്ല തെറ്റുകാരനാണോ അല്ലയോ എന്ന്, ഞാൻ വളരെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. ഇതിൻ്റെ പേര് എന്നോട് ഇനി ആർക്കും ദേഷ്യം തോന്നിയാൽ എനിക്കൊന്നുമില്ല. ഞാനൊരു പെണ്ണെന്ന നിലയിൽ എനിക്കിത് പറഞ്ഞേ പറ്റൂ. അപ്പോൾ നിങ്ങളിത് തെറ്റുകാരനാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾ കൃത്യമായി ഇതിനൊരു മറുപടി കൊടുക്കണം, നിയമപരമായിട്ട് പോകണം. കാരണം ഇല്ലെങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളല്ല ആ വ്യക്തിയെങ്കിൽ, നിങ്ങളുടെ പേര് വലിച്ചിഴച്ച സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു. നിങ്ങൾ കൃത്യമായിട്ടത് ലീഗലി മൂവ് ചെയ്യണം. ഒരു യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയെ മൊത്തത്തിൽ അപമാനിക്കുന്ന രീതിയിലാണ് ഈ ഒരു വാർത്ത പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വിഷയമായിട്ട് അടിയന്തരമായിട്ട് ഗ്രൂപ്പിൽ ചർച്ചയുണ്ടാവണം. ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന കമ്മിറ്റി വിളിച്ചു കൂട്ടണം. വളരെ കൃത്യമായ മറുപടിയാണ് സ്നേഹ പറയുന്നത്. തീർച്ചയായിട്ടും അത് സംഘടന പരിശോധിക്കേണ്ടതാണ്. നിയമ നടപടിക്ക് പോകണം. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ താനല്ല അത് ചെയ്തത് എന്നത് ഉറപ്പുണ്ടെങ്കിൽ നിയമ നടപടിക്ക് പോകണം എന്നുള്ളതാണ്. വനിതാ നേതാവിൻ്റെ അഭിപ്രായത്തെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ആ അഭിപ്രായം വളരെ പ്രധാനപ്പെട്ടതാണ്. ജനറൽ സെക്രട്ടറിയായ RV സ്നേഹയുടെ അഭിപ്രായം വളരെ കരുത്തുള്ള അഭിപ്രായമാണ്. കാരണം ഒരുപാട് പെൺകുട്ടികൾ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് യൂത്ത് കോൺഗ്രസ്. വളരെ ആത്മാഭിമാനത്തോടു കൂടി സ്നേഹയെപ്പോലുള്ള പെൺകുട്ടികളൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ ആ സംഘടനയിൽ ക്കെതിരെ ആരോപണം വരുമ്പോൾ, അതിലെ പ്രസിഡന്റിനെതിരെ ആരോപണം വരുമ്പോൾ അതിൽ തന്നെ ഇവർ പറയുന്നുണ്ട്, ഈ മറ്റു മുതിർന്ന നേതാക്കളുടെ ബന്ധുക്കളും ഒക്കെ ഇയാളുടെ ഈ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ മറ്റു പെൺകുട്ടികൾക്കും ആത്മാഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ച് നടക്കണം. അവരുപയോഗിക്കുന്ന വാക്ക് ഒരു പെണ്ണുപിടിയനായ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. പ്രസിഡന്റ് അല്ല ഈ സ്ഥാനത്തെ നയിക്കുന്നത് എന്നത് ബോധ്യപ്പെടുത്തണം എന്നുള്ളതാണ് RV സ്നേഹ പറയുന്നത്. അതിൽ വ്യക്തത വരുത്തണം എന്നുള്ള അഭിപ്രായം എനിക്ക് തോന്നുന്നു യൂത്ത് കോൺഗ്രസിലെ ഒട്ടുമിക്കവാറും പെൺകുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. കാരണം പുറത്തിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് നാണക്കേടുണ്ടാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പരിണമിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും സ്നേഹ പറഞ്ഞതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ആ സ്ഥാനത്ത് തുടരുന്നുണ്ടെങ്കിൽ അത് ഒന്നുകിൽ ആ കാര്യങ്ങൾ നിയമപരമായി നേരിടുക, കാര്യങ്ങൾ വെളിപ്പെടുത്തുക, അതല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് ഒഴിയുക എന്നുള്ളതാണ്. കാരണം ആത്മാഭിമാനമുള്ള സ്നേഹയെപ്പോലുള്ള ഒരുപാട് നേതാക്കൾ സംഘടനയ്ക്കുള്ളിൽ അവരുടെ അഭിപ്രായം വളരെ ധൈര്യത്തോടു കൂടി പറയുന്നുണ്ട്. ഇനി അതിൻ്റെ പേരിൽ സ്നേഹയെ ആരും ആക്രമിക്കാൻ നിൽക്കണമെന്നില്ല. സ്നേഹ പറഞ്ഞ ആ അഭിപ്രായം വളരെ ഉറച്ച തീരുമാനമാണ്. അവർക്ക് അങ്ങനെയാണല്ലോ, ഒരു നേതാവിനെ കുറിച്ചൊരു ആരോപണം ഉണ്ടാകുന്ന സമയത്ത് അവരെ ആ സംഘടനയ്ക്കുള്ളിൽ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ആരോപണത്തിൽ വ്യക്തത വരുത്തണമെന്ന് പറയുന്നു.